രാത്രി 12 മണിക്ക് ശേഷം പുറത്തേക്കൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാൻ ആഗ്രഹിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ തോന്നിയപ്പോൾ വേഗം റെഡിയായി ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോൾ വിചാരിച്ചു ഒരു അർജൻറ്റ് കാര്യം കൂടി ചെയ്യാനുണ്ട്, അതും കൂടി ചെയ്തിട്ട് വരാമെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ നട്ടപ്പാതിരാത്രിക്ക് ഇവർക്ക് എന്താ ഇത്ര അർജൻറ്റ് പണിയെന്ന്. ഒരു പണിയുണ്ട്, എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ നേരത്തെ ഇറങ്ങുമ്പോൾ അധികം തിരക്കൊന്നുമില്ലാതെ നല്ല ലൈറ്റ്സ് ഒക്കെ കണ്ട് നല്ല കാറ്റൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം. ഇതാ അവിടെ ഒരു ഹോട്ടൽ കണ്ടോ? ഈ ഹോട്ടലൊക്കെ 2 മണി വരെയൊക്കെ ഉണ്ടാവും, 24 hours ഉള്ളതും ഉണ്ട്. പിന്നെ ഒന്നും അങ്ങനെ പെട്ടെന്ന് ക്ലോസ് ആയില്ല, ചിലപ്പോൾ പുലർച്ചെ വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഹോട്ടൽസൊക്കെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് നല്ല വിശപ്പ് വന്നു. അപ്പോൾ ഞാൻ അൺസഹിക്കബിളാന്ന് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് പോയി. അപ്പോൾ ഞങ്ങളുടെ കാന്താരിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നല്ല ജ്യൂസി ഷവർമ വാങ്ങിയിട്ട് വന്നു. അതിൻ്റെ ഒപ്പം നല്ല ഉപ്പിലിട്ടതും കിട്ടും, അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളൊരു അർജൻറ്റ് കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കുക്കിംഗ് ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും വലിയ അർജൻറ്റ് കാര്യമാണല്ലോ, അപ്പോൾ അതെടുക്കാൻ വേണ്ടി നമ്മൾ പമ്പിൽ വന്നതാണ്. അങ്ങനെ നമ്മൾ കുക്കിംഗ് ഗ്യാസൊക്കെ വാങ്ങി, ഞങ്ങൾ ചായയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ പിന്നെയും വിശന്നപ്പോൾ പഫ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചായ ഞങ്ങൾ കുടിച്ചു, പക്ഷെ പഫ്സ് കഴിച്ചില്ല, വണ്ടിയിൽ നിന്ന് കഴിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങൾ പതുക്കെ റിട്ടേൺ പോരുകയാണ്. അങ്ങനെ ഞങ്ങളെപ്പോലെ ഈ നൈറ്റ് ട്രാവലിംഗ് ഇഷ്ടമുള്ളവരൊക്കെ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഒരു 1:30 ആയപ്പോഴേക്കും വില്ലയിലേക്ക് തിരിച്ചെത്തി. വാങ്ങിച്ച പഫ്സൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. താങ്ക് യു.